ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. 2004 കോട്ടയത്തൊരു പോർട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ചിരിയാണ് വന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം പറയുന്ന പോലെയാണ് സത്യത്തിൽ തോന്നിയത്. കാരണം എങ്ങനെ കോട്ടയത്തൊരു പോർട്ട് വരാനാ? അതിനാണ് ആഴമേറിയ ജലാശയങ്ങൾ വേണ്ടേ, അതിന് കടൽ വേണ്ടേ എന്നൊക്കെയായിരുന്നു. കോട്ടയത്ത് എവിടെയാണ് കടലുള്ളത്? പക്ഷേ അത് യാഥാർത്ഥ്യമായി. ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള ചില വ്യക്തികൾ ഒന്നിച്ചു ചേർന്നപ്പോൾ കോട്ടയം പോർട്ട് യാഥാർത്ഥ്യമായി. അതിൻ്റെ തലപ്പത്തേക്ക് അബ്രഹാം വർഗീസ് എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തി കൂടി വന്നപ്പോൾ ഇന്ന് കോട്ടയം പോർട്ട് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട്, അതുപോലെ തന്നെ കൊച്ചി പോർട്ട് തുടങ്ങിയ വിവിധ പോർട്ടുകളിലേക്കും അവിടെ നിന്നും വിദേശങ്ങളിലേക്കും സ്വദേശത്തേക്കും ഇറക്കുമതിയും കയറ്റുമതിയുമായി കോട്ടയം പോർട്ട് അതിൻ്റെ യാത്ര നടത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്ന് പറയുമ്പോൾ കോട്ടയം പോർട്ടിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഈ പ്രസക്തി നിലനിൽക്കുമ്പോഴാണ് അബ്രഹാം വർഗീസുമായി ഞങ്ങൾ ഇന്നൊരു അഭിമുഖത്തിന് ശ്രമിക്കുന്നത്. കോട്ടയം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അബ്രഹാം വർഗീസിനെ OSലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഉൾനാടൻ ജലാശയവും ഉൾനാടൻ ഗതാഗതവും എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കോട്ടയം പോലെ ഒരു നഗരത്തിലേക്ക് ഒരു തുറമുഖം കൊണ്ടുവരിക അല്ലെങ്കിൽ പോർട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ ഒരു ധൈര്യം എന്തായിരുന്നു സത്യത്തിൽ? ഇത് ആക്ച്വലി ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടെ ഏകദേശം 2004 ഇങ്ങനൊരു പദ്ധതി, കോട്ടയത്തിനൊരു വ്യത്യാസം, കോട്ടയത്ത് ഇല്ലാത്ത ഒരു സംഭവം കൊണ്ടുവരണമെന്ന് ഞങ്ങളെല്ലാം കണ്ട് തീരുമാനിച്ചിട്ട് അന്ന് ഞങ്ങളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു കോട്ടയത്തൊരു വ്യത്യസ്തമായ ഒരു മേഖല കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആയിരുന്ന കോമു സാർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉൾനാടൻ ജലഗതാഗതം, അതായത് 2003 അന്ന് ആരും ചിന്തിച്ചിട്ടില്ലാത്ത കാലത്ത് തന്നെ ഉൾനാടൻ ജലഗതാഗതത്തിനെ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്കൊരു തുറമുഖം അല്ലെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിച്ചത് തൊട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പദ്ധതിയിലേക്ക് പ്ലാൻ ചെയ്തത്. നമ്മുടെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഉൾനാടൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നത്. അതിനെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 2004 തൊട്ട് ഞങ്ങൾ ഈ പറയുന്ന ഉൾനാടൻ ജലാശയത്തിൻ്റെ കൂടെയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി പരിശ്രമിക്കുകയും 2008 ഇത് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമുക്ക് ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, പല കടമ്പകൾ കടക്കണം. എന്നാൽ ഈ വ്യവസായികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു മേഖല തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആശയത്തിലേക്ക് വന്നത്. അങ്ങനെ ആശയത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതും. ആ കോമു സാർ പറഞ്ഞ ഒരു ഐഡിയ ഉൾനാടൻ ജലഗതാഗതത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ഒരു മേഖല അന്ന് തുറന്നു വരുന്ന സമയമാണ്. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ചർച്ച തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരു ആശയം ഞങ്ങൾ കൊണ്ടുവരുന്നത്. ആ ആശയത്തിനെ പിടിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഈ പറയുന്ന കാലഘട്ടത്തിൽ വരുന്ന അന്നത്തെ MLA-മാരും ഒക്കെ ആണെങ്കിലും ഇങ്ങനൊരു ആശയം ആദ്യം എല്ലാവർക്കും വലിയ സംശയം ഉണ്ടായിരുന്നെങ്കിലും ഈ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവർക്കും അതിനൊരു വളരെ താല്പര്യം കൂടി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉൾനാടൻ ജലഗതാഗത തുറമുഖമാണ് നമ്മുടെ കോട്ടയം. അതാണ് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ റോഡ് മാർഗം നമ്മുടെ കോട്ടയത്തു നിന്ന് അന്ന് നമ്മുടെ കൊച്ചിയാണ് നമുക്ക് അടുത്തുള്ള ഒരു തുറമുഖമായിട്ട് ഡെവലപ്പ് ചെയ്തത്. റോഡ് മാർഗത്തിലേക്ക് നമ്മുടെ റോഡുകളെല്ലാം നാരോ റോഡുകളാണ്. ഈ നാരോ റോഡിലൂടെയുള്ള ചരക്ക് നീക്കത്തിനെ നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റാനാണ് നമ്മുടെ ശ്രമം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വ്യവസായികൾക്കും അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളൊരു ആശയമാണ് നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത്. വ്യവസായികൾക്ക് വേണ്ടി, അതായത് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അന്ന് തൊട്ടേ ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ പാരീസ് ട്രീറ്റിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് വലിയൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അന്നൊന്നും ഇത്രയും പോപ്പുലർ അല്ല. ഈ റോഡ് മാർഗം ഉപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ അത് പകുതി കുറയും. അപ്പം നമ്മൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ തന്നെ നമുക്ക് 2 മാർഗത്തിലൂടെ ചരക്ക് നീക്കണം എന്നുള്ള റോഡും അതായത് ജലഗതാഗതവും വേണം എന്നുള്ള ഒരു ആശയത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇവിടുത്തെ സമീപ ജില്ലകളിലെയും വ്യവസായികൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഒരു തുറമുഖം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ആലപ്പുഴ, കൊച്ചി തുടങ്ങിയ തുറമുഖ നഗരങ്ങളിലേക്ക് വ്യാപാര സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതിന് ഉപയോഗിച്ചിരുന്ന ആറാണ് കുടൂരാറ്. അത് നമ്മുടെ ഈ കോട്ടയം മാർക്കറ്റിൽ നിന്നും പലപ്പോഴും
ഈ ആറ് വഴിയാണ് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളെല്ലാം, മലഞ്ചരക്ക്, പ്രത്യേകിച്ച് മലഞ്ചരക്ക് സാധനങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നത്. പക്ഷേ കാലം മാറി ഈ സ്ഥലത്ത് ഒരു മഴ തുടിച്ചാൽ അന്നേരം വെള്ളം കയറുന്ന സ്ഥലമായി മാറിയിരിക്കുക മുടൂരാറ് തന്നെ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പർ കുട്ടനാട് ഏറിയ മുഴുവൻ. ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് ഈ കോട്ടയം പോർട്ടിന് നിലനിൽക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ ജലപ്രളയങ്ങളെ എങ്ങനെയും നിയന്ത്രിക്കുവാൻ ഈ പോർട്ട് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ജലഗതാഗത മാർഗങ്ങൾ പര്യാപ്തമായി മാറിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മുടെ ഈ കോട്ടയം പോർട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്രണ്ടിലുള്ള കുടിയാറ് ദേശീയ ജലപാത 9 ഇത് ആലപ്പുഴ അതിരമ്പുഴ കനാൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് കോടിമത വരെ ഇവർ ദേശീയ ജലപാതയാണ് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. അതിനുള്ള ആഴവും ഇത് ദേശീയ ജലപാത 3 ക്ലാസ്സിലാണ് ഇത് വരുന്നത് കേരളത്തിലുള്ളത്. അതിന് ആഴം 2 മീറ്ററായിട്ട് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവർ ആ ആഴം ആ റൂട്ടിലുള്ള 2 മീറ്റർ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്കൊരു തടസ്സം ഉണ്ടായിട്ടുള്ളത്, നമുക്ക് ഭീകരമായ ഒരു വെള്ളപ്പൊക്കം ഈ 2018 വന്നതും ഇപ്പം ഉള്ള വെള്ളവും നമ്മുടെ ഓപ്പറേഷൻസിന് ഇൻട്രപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം നമ്മുടെ പോർട്ടിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേശീയ ജലപാതയുടെ അവരുടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട്, മണൽ വാരുന്നതും അങ്ങനെയുള്ള ആ ഡ്രഡ്ജിങ് നടക്കുന്നത് പ്രോപ്പറായിട്ടുള്ള നീക്കം നടക്കുന്നതുകൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമുക്ക് ഏകദേശം 75,000 സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസ് ഉണ്ട്. അവർക്കൊന്നും ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ പോർട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെള്ളപ്പൊക്കമോ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊന്നും നാളിതുവരെ നമുക്കുണ്ടായിട്ടില്ല. പലപ്പോഴും കോട്ടയത്തും കോടിമത ജെട്ടിയിൽ നിന്ന് പോകുന്ന ബോട്ടുകൾ കാഞ്ഞിരം പോലുള്ള പ്രദേശത്തെ പാലങ്ങളിൽ മുട്ടി ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് വാർത്തകൾ എപ്പോഴും വരാറുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഈ ബാർജുകൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും മാർഗതടസ്സം അങ്ങനെ ഉണ്ടാകാറുണ്ടോ? ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ സംഭവിക്കാറുണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്ന റൂട്ട് ദേശീയ ജലപാത മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കാഞ്ഞിരം ജെട്ടി വഴി നമ്മുടെ ഓപ്പറേഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്ന പഴുക്കാനിലം, ഇവിടുന്ന് നമ്മുടെ പോർട്ടിൽ നിന്ന് പഴുക്കാനിലം വഴി നേരെ പഴുക്കാനില കായൽ വഴി നേരെ വേമ്പനാട് കായലിലേക്കാണ്. ദേശീയ ജലപാത 3 നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തണ്ണീർമുക്കം ബണ്ട് വഴിയുള്ള പാത എടുത്താണ് നമ്മൾ കൊച്ചിൻ പോർട്ടിലേക്ക് പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ചരക്ക് നീക്കത്തിനാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ടൂറിസം നമ്മൾ ഉടനെ തന്നെ അത് സാധ്യമാകുന്നതാണ്. നമ്മുടെ ഇപ്പം ബഹുമാനപ്പെട്ട സ്പീക്കറും കോട്ടയം MLA ആയ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊച്ചിൻ വാട്ടർ മെട്രോ പോലെ ഒരു പദ്ധതി നിങ്ങൾക്ക് ആവിഷ്കരിച്ചു കൂടെ. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായ ഒരു പദ്ധതി തന്നെയാണ്. കാരണം അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. കാരണം ഇതിന് ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുക. കാരണം ഒരു ബാർജ് പറയും ഇപ്പം നമുക്ക് നിർമ്മിക്കുന്ന ബാർജിന് തന്നെ 8.5 തൊട്ട് 9 കോടി രൂപ വരെ ചെലവ് വരുന്നതാണ്. ഇതുപോലെ ഭീമമായ ചെലവ് വരുന്ന കൊച്ചിൻ വാട്ടർ മെട്രോ പോലെ ഭീമമായ ചെലവ് വരുന്ന യാനങ്ങൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇൻവെസ്റ്റേഴ്സിന് കൂടെ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരണം. എത്ര ടൺ കപ്പാസിറ്റി ഉള്ള ബാർജുകൾ ഇവിടെ ഈ കനാലിൽ കൂടെ കടന്നു വരുന്നുണ്ട്? ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ബാർജ്, നമുക്ക് കോട്ടയം പോർട്ടിന് സ്വന്തമായിട്ടുള്ള ബാർജ് എന്ന് പറയുന്നത് 120 ടൺ കപ്പാസിറ്റി, അതായത് 180 ടൺ വരെ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ബാർജാണ് ഇപ്പം നമുക്കുള്ളത്. ഇനിയിപ്പോൾ പുതിയതായി ഒരു ബാർജ് നമ്മുടെ കൊച്ചിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 35 കണ്ടെയ്നർ കയറ്റാവുന്ന ബാർജാണ്. അപ്പം ഇതിൻ്റെ 3 ഇരട്ടി ശേഷിയുള്ള ബാർജാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർമ്മിക്കുന്ന ബാർജുകൾ നമ്മുടെ ജലാശയത്തിന് ഉതകുന്ന രീതിയിലുള്ള ബാർജാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് വേണ്ടി ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നിർമ്മിക്കുന്നത്, അവരാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പം 2 മീറ്റർ എന്ന് പറഞ്ഞ ഒരു ലൈൻ നമുക്ക് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇട്ടുണ്ട്. അപ്പം നമ്മുടെ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി പോലും 1.8 മീറ്ററിലേക്ക് പോകരുത് എന്നുള്ള ഒരു ഗൈഡ് ലൈനും ഉണ്ട്. അപ്പം അതിനനുസരിച്ച് 35 കണ്ടെയ്നർ TUs എന്നാണ് നമ്മൾ പറയുന്നത്. ആ TUs കയറാവുന്ന ബാർജുകളാണ് ഇനി മുൻകാലങ്ങളിലേക്ക് നമുക്കിവിടെ ഓപ്പറേഷനായിട്ട് തുടങ്ങാൻ പോകുന്നത്. KSRTCക്ക് വേണ്ടിയിട്ട് കാലിക്കറ്റിലെ ഒരു സർവീസ് സഹകരണ സംഘം ഒരു ബസ് തന്നെ വാങ്ങി സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ കോട്ടയത്തെ ടൂറിസം വളർത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ജലമാർഗ്ഗമുള്ള ടൂറിസം വളർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഷിപ്പുകളോ ബോട്ടുകളോ സംഭാവന ചെയ്യാനായിട്ട് ഏതെങ്കിലും ആളുകൾ മുന്നോട്ട് വന്നാൽ അങ്ങനെ ഒരു പദ്ധതിയെ കോട്ടയം പോർട്ട് എങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നുണ്ടോ? നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് ഫ്ലോട്ടിംഗ് ബെർത്ത് വരെ തരാൻ അവർ തയ്യാറാണ്. ഈ കോട്ടയം പോർട്ട് വഴി
എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന കാറ്റഗറിയിൽ ഏത് പ്രോഡക്റ്റുകളാണ് സാധാരണ വരാറുള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പനികളാണ് ആശ്രയിക്കാറുള്ളത്? എല്ലാവരുടെയും പേരുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റില്ലായിരിക്കും. എങ്കിൽ പോലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ വേണ്ടി നിങ്ങളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ വ്യവസായം ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ നിൽക്കുന്ന ആൾക്കാർ കൂടുതലും നമ്മുടെ പോർട്ട് തന്നെയാണ് ഉള്ളത്. അതായത് റബ്ബർ മെറ്റീരിയൽസ്, പേപ്പേഴ്സ്, ക്ലിങ്കർ, സിമെൻറ്റ്, മെഡിസിൻസ്, അങ്ങനെ എല്ലാവിധ സാധനം, ഏത് സാധനങ്ങളും നമുക്ക് കോട്ടയം പോർട്ടിൽ വന്നാൽ കസ്റ്റംസ് അനുശാസിക്കുന്ന നിയമവശങ്ങളിൽ നിൽക്കുന്ന ഏത് സാധനവും കോട്ടയം പോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അവർക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അവർക്ക് ഡ്യൂട്ടി അടയ്ക്കാനുള്ള ഫെസിലിറ്റി കോട്ടയം പോർട്ടിൽ തന്നെ ഉണ്ട് താനും. നല്ല കാര്യം. പിന്നെ ഇടയ്ക്ക് വെച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകളെയാണ് ആക്ച്വലി ഈ പോർട്ട് ഏറ്റവും ഗുണഭോക്താക്കളായി മാറേണ്ടത്. ഈ 3 ജില്ലകളും ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇപ്പം പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ റോഡുകൾ വികസിച്ചു, റോഡുകളുടെ നമുക്ക് ആക്സസിബിലിറ്റി കൂടി. ഇപ്പം പാല അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി എടുക്കാം, നമ്മൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ നേരെ കൊച്ചിയിൽ നിന്ന് വേറെ റോഡുകൾ ഡയറക്റ്റായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം അവർക്ക് അവിടുന്ന് ഒരു 40 കിലോമീറ്റർ പിന്നെയും കോട്ടയത്തേക്ക് വരേണ്ട ആവശ്യമില്ലാത്തത് കാരണം, അതിൻ്റെ കാരണം എന്ന് തന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ എംപ്റ്റി കണ്ടെയ്നേഴ്സ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഈ കൊച്ചിയിൽ നിന്ന് ഒരു കണ്ടെയ്നർ എടുത്ത് ഇവർക്ക് വന്ന് അവരുടെ സാധനങ്ങൾ സ്റ്റഫ് ചെയ്ത് തിരിച്ച് അവർക്ക് കോട്ടയത്തേക്ക് വരാതെ തന്നെ കൊച്ചിയിലേക്ക് പോകാനുള്ള സോഴ്സസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പം മാറുകയാണ്. ഇതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ട് പൂർണ്ണതോതിലുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ ഏക കസ്റ്റം സ്റ്റേഷനായ കോട്ടയത്ത് അവർക്ക് ഇവിടെ വന്ന് യൂട്ടിലൈസ്, ഇപ്പോൾ പാലായിലാണെങ്കിലും കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും കണ്ടെയ്നറുകൾ കോട്ടയത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കോട്ടയത്തെ കസ്റ്റംസിൻ്റെ സാധ്യതകൾ അവർ പ്രയോജനപ്പെടുത്തി നേരെ സ്റ്റാക്കിംഗ് പോയിന്റിലേക്ക് കണ്ടെയ്നറുകൾ എത്തുകയെന്നുള്ളത് വിഴിഞ്ഞം പോർട്ടിനും ഈ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. കോട്ടയം പോർട്ടിന് കസ്റ്റംസ് ക്ലിയറൻസും കംപ്ലീറ്റ് നടത്താനുള്ള പെർമിഷൻ ഉണ്ടോ ഇവിടെ? നമുക്ക് കസ്റ്റംസിന്റെ അംഗീകൃത സ്ഥലമാണ്. ഇവിടെ കസ്റ്റംസ് ഓഫീസേഴ്സിനെ തന്നെ അപ്പോയിന്റ് ചെയ്തത്. കോട്ടയം പോർട്ട് വഴി ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കംപ്ലീറ്റ് കസ്റ്റംസിന്റെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു പോകും. പിന്നെ വേറൊരു ചെക്കിങ്ങിന്റെ വേറൊരു ചെക്കിങ്ങിന്റെ ആവശ്യമില്ല. അപ്പോൾ കോട്ടയം പോർട്ട് പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് നോട്ടിഫൈഡ് മൈനർ പോർട്ടാണ്. എന്നാൽ കസ്റ്റംസിന്റെ രേഖകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ICD ആയിട്ടാണ്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് എ ട്രൈ പോർട്ട്. ഇത് സർജ മുമ്പ് ചോദിച്ചതുപോലെ കോട്ടയത്ത് ഒരു തുറമുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ചിരി ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവമാണ്, അത് പലർക്കും വിശ്വസിക്കാൻ. പക്ഷേ ഈ പോർട്ടുകൾ പലതരം പോർട്ടുകളുണ്ട്. ഇപ്പം തന്നെ നമുക്ക് എടുക്കാമെങ്കിൽ കാർഗോ പോർട്ടുകളുണ്ട്, ക്രൂയിസ് പോർട്ടുകളുണ്ട്, അതുപോലെ ഫിഷിംഗ് പോർട്ട്, ഫിഷിംഗ് ഹാർബറുണ്ട്, ഓയിൽ ടെർമിനൽസ് ഉണ്ട്. ഇതെല്ലാം പോർട്ടുകളായിട്ട് വരും. ഇൻലാൻഡ് കണ്ടെയ്നർ പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രൈ പോർട്ട്. എവിടെ ആക്ടിവിറ്റി, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റി നടക്കുന്നത് അത് പോർട്ടായിട്ട് അംഗീകരിക്കപ്പെടാം. നമുക്കിപ്പം ജലാശയം നമ്മുടെ ഫ്രണ്ടിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ഇന്ത്യൻ പോർട്ട് ആക്ട് വെച്ചിട്ട് നമ്മളെ പോർട്ടായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഇൻലാൻഡ് വാട്ടർവേ പോർട്ടായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസിന്റെ ഇതിൽ നമ്മൾ ICD ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭാഗ്യവശാൽ ട്രാവൻകൂർ സിമെന്റ്സിന്റെ പെർമിസസിലാണ് കോട്ടയം പോർട്ട് ഇരിക്കുന്നത്. ട്രാവൻകൂർ സിമെന്റ്സിന് എന്തെങ്കിലും തരത്തിൽ കോട്ടയം പോർട്ടിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പോർട്ടിലോ ഇമ്പോർട്ടിലോ എവിടെയെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ ട്രാവൻകൂറിന്റെ പ്രിമൈസസിൽ അല്ലെങ്കിൽ നെയ്ബറിംഗ് ആണ്. പക്ഷെ തീർച്ചയായിട്ടും ട്രാവൻകൂർ സിമെന്റ്സിന്റെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനിപ്പോൾ 7 വർഷമായി ഈ പോർട്ടൽ ചാർജ് എടുത്തിട്ട് 4-5 വർഷമായിട്ട് ട്രാവൻകൂർ സിമെന്റ്സിന്റെ ക്ലിങ്കേഴ്സ് കോട്ടയം പോർട്ടിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. അവർക്കുണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടം നമ്മൾ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ പലർക്കും പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടിയില്ലെന്ന് വരാം. കാരണം ഇപ്പം ഫേസ്ലെസ് അസസ്മെന്റ് ആണ് കസ്റ്റംസ് പോകുന്നത്. ചിലപ്പോൾ സംശയങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കില്ല, ചാർജ് ചിലപ്പം നോർത്തിൽ ഇരിക്കുന്ന ആർക്കും ആയിരിക്കും. അപ്പോൾ ചില പേരുകളിൽ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ അസസ്മെന്റിന് വിടും. അസസ്മെന്റ് വിടുമ്പോഴത്തേക്ക് ഈ ലോറികൾ ഈ കണ്ടെയ്നറുമായിട്ട് ഇവിടെ കിടക്കുമ്പോൾ ഇതിന് ഡെമറേജ് കൂടും. കണ്ടെയ്നർ 5 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കണം, അതിനുള്ള ഡെമറേജ് വരും. അപ്പം നമ്മളെ ഫെസിലിറ്റി നമ്മൾക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒത്തിരി ലാഭം അവിടെ ഉണ്ടാകുന്നുണ്ട്. MD കണ്ടെയ്നറുകളുടെ ലഭ്യത കൊച്ചിക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് എക്സ്പോർട്ടേഴ്സ് എല്ലാം അവരെ ആശ്രയിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഈ കോട്ടയം പോർട്ടിന് MD കണ്ടെയ്നറുകളുടെ സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് എന്താ തടസ്സമായിട്ടുള്ളത്? കാരണം നമുക്കിപ്പം നമ്മൾ മെർസ്ക് MSC ലോകത്തെ ഏറ്റവും വലിയ 2 ഷിപ്പിംഗ് കമ്പനികളായ 2 കമ്പനികളുടെയും ഫെസിലിറ്റി നമുക്കിവിടെ ലഭ്യമാണ്.
നമ്മൾ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റം തന്നെ ഒരു മാറ്റം വരേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് ട്രെയിലർ ആപ്ലിക്കബിൾ ആകണം, അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നമ്മളിത് തുടങ്ങുമ്പോൾ ഇൻസ്പെക്ഷൻ ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയിലേക്കാണ് നമ്മൾ തുറന്നത്. പക്ഷേ ഇനിയിപ്പം വിഴിഞ്ഞത്തിൻ്റെ ഓപ്പറേഷൻ വരുമ്പോൾ ഈ ട്രെയിലേഴ്സും ഈ ക്രെയിനുകളും എല്ലാം ഇനിയിപ്പം നമ്മൾ കോട്ടയം പോർട്ടിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ കോവിഡിൻ്റെ കാലത്ത് വരെ നമുക്കിവിടെ കാലി കണ്ടെയ്നർ നമ്മൾ സൂക്ഷിച്ചിരുന്നു. കോവിഡിൻ്റെ സമയമായപ്പോൾ കണ്ടെയ്നേഴ്സ് കിട്ടാതായപ്പോൾ നമുക്ക് ലഭ്യതയും കുറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. ഇനിയും പക്ഷേ വിഴിഞ്ഞം വരുന്നതോടുകൂടി നമുക്കിവിടെ എംപ്റ്റി കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ബോർഡറുകളിൽ നിന്ന് പോലും മലഞ്ചരക്കുകൾ, പ്രത്യേകിച്ച് ഏലം, കുരുമുളക്, റബ്ബർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വരികയും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. അതെ, അതിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവർ? നമ്മൾ ഇപ്പം ഏലം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കോട്ടയത്തേക്കല്ല, തമിഴ്നാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏലം ഭാഗത്ത് നിന്ന് തമിഴ്നാട് ഭാഗത്തുനിന്ന് തൂത്തുക്കുടിയിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളിപ്പോൾ പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവരെ കൂടെ കോട്ടയത്തേക്ക് എത്തിക്കാനും, നമുക്കിപ്പം ഏകദേശം 75,000 സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത്. 75,000 സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസും നമ്മുടെ ഫുള്ളാണ്. നമുക്ക് ഇനി അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ലോജിസ്റ്റിക്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ചുമായ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു പാർക്ക് ഇനിയും നമുക്ക് ആവശ്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. കാരണം വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായ തോതിലുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിയുമ്പോൾ വിഴിഞ്ഞം വളരുന്നതിനോട് കേരളം ഇപ്പോൾ ഒരു ചെറു പട്ടണമായിട്ട് വേണമെങ്കിൽ ഒരു പട്ടണമായിട്ട് നമുക്ക് കരുതാം. അങ്ങനെ എറണാകുളം, കോട്ടയം അങ്ങനെ ഒരു സംഭവമില്ലല്ലോ. അങ്ങനെയാണല്ലോ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാക്ഷാത്കരിക്കാൻ എളുപ്പകരമാണോ ഈ കോട്ടയം പോർട്ട്? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ വിഴിഞ്ഞം വളരുന്നതോടുകൂടി ഇപ്പൊ എറണാകുളം ഓൾറെഡി ഒരു പോർട്ട് സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കപ്പെടാം. വളരുന്നതോടുകൂടി ഇതുപോലുള്ള ചെറു തുറമുഖങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് ഡെഫിനറ്റായിട്ടും വളർച്ച ഉണ്ടാവും. അതായത് വിഴിഞ്ഞത്തെ തിരക്ക് കുറയുകയും മറ്റുള്ള ചെറു പട്ടണങ്ങൾ വളരുകയും ചെയ്യുമെന്നുള്ളത് തന്നെ യാതൊരു സംശയമുള്ള കാര്യങ്ങൾ. വല്ലാർപാടം കണ്ടെയ്നർ പദ്ധതി ഒരു കാലഘട്ടത്തിൽ വലിയ കൊട്ടും കുരവയും വിട്ടു വരുമ്പോൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് കാലക്രമേണ കാണുമ്പോൾ ആ വളർച്ച കൈവരിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുമ്പോൾ. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ വീണ്ടും ഈ വല്ലാർപാടം പദ്ധതി അവതാളത്തിലാകുമോ അതോ അതിന്റെ അധോഗതിയിലാകുമോ എന്നാണ് ഒരു സന്ദേഹം എനിക്കുണ്ട്. എന്ത് പറയുന്നു? ഇല്ല, അതിനകത്ത് നമുക്ക് എത്രയും ഈ ഇതുപോലെ 2 ഗേറ്റ് വേ പോർട്ട് കിട്ടുക, കേരളത്തെ പോലുള്ള സ്ഥലങ്ങളിൽ 2 ഗേറ്റ് വേ പോർട്ട് കിട്ടുന്നത് തന്നെ നമുക്ക് വലിയ അനുഗ്രഹം. ഏകദേശം 11,600 കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം കോസ്റ്റൽ. അതിനകത്ത് 600 കിലോമീറ്ററും കേരളത്തിന്റെ സൈഡാണ്. 600. അപ്പോൾ അവിടെ 2 പോർട്ട് വരേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു പോർട്ട് കൊണ്ട് തന്നെ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടും ഇപ്പൊ ഗേറ്റ് വേ പോർട്ടും ആകുന്നു. അന്ന് പണ്ട് നമുക്ക് വല്ലാർപാടം മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേവലം 20 കിലോമീറ്റർ അല്ലെങ്കിൽ 18.5 കിലോമീറ്റർ കൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൽ നിന്ന് അകത്തോട്ട് കയറുന്നതാണ് ഏറ്റവും വലിയ നമുക്കൊരു പ്ലസ് പോയിന്റ്. ആ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 18 തൊട്ട് 20 മീറ്റർ വരെ നാച്ചുറൽ ഡ്രാഫ്റ്റ് ഉണ്ട്. ഈ സുയസ് റൂട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റൂട്ടാണ്. ആ റൂട്ടിൽ കൂടെ കയറി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് കണ്ടെയ്നറുകൾ സമയാസമയങ്ങളിൽ അവിടുന്ന് മൂവ് ചെയ്ത് കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇപ്പൊ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, തിരുപ്പൂർ, ബാംഗ്ലൂർ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നർ കൊച്ചിയിലേക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാവുന്നതും വളരെ ഒരു അനുഗ്രഹമായ കാര്യമാണ്. അതുപോലെ തന്നെ ദുബായ്, സിംഗപ്പൂർ എന്നുള്ള ഫീഡർ വെസൽസും ഇപ്പൊ കൊച്ചിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കൊച്ചിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 14 മീറ്ററേ ഉള്ളൂ. ഈ 14 മീറ്ററും 75 കിലോമീറ്റർ ആണ് അവരുടെ മേജർ ഇന്റർനാഷണൽ സീ റൂട്ടിൽ നിന്ന് വരുന്ന ഒരു ഡിസ്റ്റൻസ്. അവിടെ ഒരു വലിയ ഇപ്പൊ 25,000-30,000 കയറുന്ന കണ്ടെയ്നറുകൾ കൊച്ചിയിൽ വരികയില്ല, പാടാണ്. അപ്പൊ അത് മാക്സിമം വിഴിഞ്ഞം പോർട്ടിന്റെ ബെനിഫിറ്റ് യൂട്ടിലൈസ് ചെയ്ത് കൊച്ചിൻ പോർട്ടിനും ഡെഫിനറ്റ് ആയിട്ടും അതിന് ഗ്രോത്ത് ഉണ്ട്. ഒരു ഇതിനും ഗ്രോത്ത് ഇല്ലാതിരിക്കുന്നില്ല. ഒരു സിംഗിൾ വിൻഡോ ഫെസിലിറ്റി ഈ കോട്ടയം പോർട്ടിന് കൊടുക്കാൻ കഴിയുമോ? നമ്മൾ സിംഗിൾ വിൻഡോ സംവിധാനമാണ് ഇപ്പോൾ കോട്ടയം പോർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കസ്റ്റമർക്ക് അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്താണ് അവർക്ക് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അവർക്ക് നമ്മൾ ഇപ്പോഴും എല്ലാ ഇമ്പോർട്ടൻസിനോടും പറയും, നിങ്ങളുടെ സാധനങ്ങൾ വരുന്നതിന് മുമ്പ്
നിങ്ങൾ എന്താണ് അയക്കുന്നത് നിങ്ങളുടെ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അവരോട് നമ്മൾ ഇൻഫോം ചെയ്ത് നിങ്ങൾ കോട്ടയം പോർട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ഒരു അവസരം ഞങ്ങൾ കഴിവതും ഉണ്ടാക്കാറില്ല. അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സിനും നമ്മൾ ചെയ്യുന്ന രീതി അത് തന്നെയാണ്. പല മാനുഫാക്ചേഴ്സും പറയാറുണ്ട് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. കോട്ടയം പോർട്ടിന് ഇത്തരം എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളെയും കമ്പനികളെയും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു കൺസോർഷ്യത്തിലൂടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും കമ്പനി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കൊച്ചിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് നമ്മളിപ്പം ഒരു കൺസോളിഡേറ്റഡ് കാർഗോ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് പല മെറ്റീരിയൽസ് വന്ന് കൂടിയാലേ ഒരു FCL അല്ലെങ്കിൽ ഫുൾ ലോഡഡ് കണ്ടെയ്നർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള കാർഗോ വരണം. അപ്പോൾ ഒരേ ഡെസ്റ്റിനേഷനിലാകണമെന്നില്ല, എവിടെയെങ്കിലും ഓഫ് ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ കാണും. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൂർണ്ണതോതിൽ ചെയ്യുന്നില്ലെങ്കിലും ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ചൈനയിൽ നിന്നും പല പ്രോഡക്റ്റുകൾ, പല കൊമോഡിറ്റീസ് ഒന്നിച്ചെടുത്ത് ചില ഹോൾസെയിലേഴ്സ് പല തരത്തിലുള്ള പല ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നിച്ച് കൊണ്ടുവന്ന് വെച്ച് ഒരു കണ്ടെയ്നറിലാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ആയിട്ട് കാണുന്നുണ്ട്. അത്തരമുള്ളൊരു ഫെസിലിറ്റി ഇമ്പോർട്ടിൽ നമുക്ക് ചൈന പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതുപോലുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻ നമുക്കുണ്ടോ? ഇല്ല, നമ്മൾ കസ്റ്റംസിന്റെ നിയമം അനുസരിച്ച് നമ്മളിപ്പം പല ആളുടെ പേരിൽ നമുക്ക് വരുന്ന കണ്ടെയ്നറുകൾ നമ്മൾ സ്വീകരിക്കില്ല. കാരണം ഒരു വ്യക്തിയുടെ പേരിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്, അത് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അല്ല, ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് അതങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമോ? അല്ല, അവർക്ക് പല മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പല മെറ്റീരിയൽ വരും. പക്ഷെ ഒരാളുടെ പേരിൽ ആയിരിക്കണം, അദ്ദേഹത്തിനുള്ള യൂസേജിന് മാത്രമായിരിക്കാം കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് അത് കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് പല പേരിൽ നമ്മൾ എടുക്കില്ല, വിൽക്കാൻ പറ്റത്തില്ല. വിൽക്കാൻ പറ്റുന്നത് അവരുടെ ഇത്, പക്ഷെ പലരുടെ പേരിലായിരിക്കരുത്. കൊണ്ടുവരുന്ന ഒരാളുടെ പേരിലായിരിക്കാം. ചിലപ്പോൾ 2 പേർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ കൺസോളിഡേഷൻ കാർഗോ കൊണ്ടുവരാം. അത് 2 പേരായിരിക്കണം, അവർക്ക് സെപ്പറേറ്റ് ബില്ലും ഉണ്ടായിരിക്കും. എന്താണ് കോട്ടയം പോർട്ടിന്റെ ഭാവി പരിപാടികൾ? കോട്ടയം പോർട്ടിന്റെ ഭാവി പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട CM പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കണ്ടെയ്നേഴ്സ് ഉൾക്കൊള്ളാനും വിഴിഞ്ഞം പോർട്ട് വളരുന്നതോടുകൂടി കോട്ടയം പോർട്ട് വളർത്താനുമാണ് നമ്മുടെ ശ്രമം. കോട്ടയം വിഴിഞ്ഞത്തിന്റെ ഒരു ഫീഡർ പോർട്ടായിട്ട് കോട്ടയം പോർട്ട് മാറുമെന്ന് യാതൊരുവിധ സംശയം ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ കൂടുതൽ വെയർ ഹൗസുകൾ നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ സ്ഥലം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലം ചോദിച്ചു. ഇപ്പോൾ കോട്ടയം പോർട്ടിൽ നമുക്ക് സ്ഥലം വളരെ പരിമിതമാണ്. അതായത് ആവശ്യക്കാർ ചോദിക്കുന്ന 40,000-50,000 സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസുകളാണ്. അതായത് അവരുടെ അവിടെ സാധനം കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് ഒരേ ഏരിയയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ആ സംഭവം പറയുന്നത് ഈ ചുറ്റുവട്ടമുള്ളവർക്കും തൊഴിൽ സാധ്യത കൂടുകയാണ്. ഇനി ഫ്യൂച്ചർ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് വെളിയിലോട്ട് പോകുന്നു. ആ ഫ്യൂച്ചർ നമുക്ക് വിഴിഞ്ഞം വഴി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ അധികം സന്തോഷമായ കാര്യം. ഇപ്പം നമ്മളിവിടെ പല കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പലർക്കും ജോലി കിട്ടുന്നുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കോട്ടയം ഒരു ലോജിസ്റ്റിക്സ് പാർക്കാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ കോട്ടയം പോർട്ടിൽ എത്ര ജീവനക്കാരുണ്ടാവും? നമുക്കിപ്പോൾ ഈ ജീവനക്കാരെക്കാൾ ഉപരി ഇതെല്ലാം ഇപ്പോൾ കസ്റ്റംസിൻ്റെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്നതൊന്നും ഇപ്പോൾ മാനുവൽ അല്ല. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് ഉള്ള ആൾക്കാർ ഏകദേശം ഇപ്പം 9-10 സ്റ്റാഫ് ഇപ്പം നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും വലിയ പോർട്ടായിട്ട് വന്നിട്ടുള്ള വിഴിഞ്ഞം പോർട്ടാണ്. അവിടേക്ക് എങ്ങനെയാണ് ഈ കോട്ടയം പോർട്ടിൻ്റെ കണക്ടിവിറ്റി ഉണ്ടാകുന്നത്? ഇപ്പം നിലവിൽ നമ്മൾ റോഡ് മാർഗമാണ് നമുക്ക് കണക്ടിവിറ്റി സാധ്യമാവുകയുള്ളൂ. കോട്ടയം പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇപ്പം എപ്പം വേണമെങ്കിലും നമ്മുടെ കണ്ടെയ്നേഴ്സ് നമുക്ക് ജലാശയത്തിലൂടെ നമുക്ക് വിഴിഞ്ഞത്തെത്തിക്കാം. എന്നാൽ നിലവിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഞങ്ങളിപ്പോൾ പുതിയൊരു പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം കോട്ടയം വിഴിഞ്ഞം വാട്ടർ കോറിഡോർ എന്ന് തന്നെയാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. ദേശീയ ജലപാതം 3 മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇതിനെ നമ്മൾ കടലിലേക്ക് നമ്മുടെ കണ്ടെയ്നറുകൾ എത്തിക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയഴീക്കലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാമെന്ന് നമ്മളത് കണ്ടെത്തി. നമ്മൾ ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് നമ്മൾ
പൂർണ്ണതോതിലുള്ള ചർച്ച നടന്നു. അവരുടെ പൂർണ്ണതോതിലുള്ള സഹകരണം അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ ലോക്കാണ് നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഡിസംബറോടുകൂടി 14 14.75 മീറ്റർ വിട്ടും 61 മീറ്റർ ലെങ്ത്തിലും അതേ തണ്ണീർമുക്കം ബണ്ടിന്റെ ഒരു പുതിയ ലോക്ക് നിർമ്മിച്ച അതേ രീതിയിൽ അവിടെ ഒരു ലോക്ക് ഡിസംബറോടുകൂടി പണി പൂർത്തീകരിക്കും. അതിൻ്റെ കൂടെ അവിടെയുള്ള വളവുകൾ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ആ വളവുകളുടെയും പഠനം നടത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അതിനുള്ള ബാർജ് നിർമ്മിക്കാൻ ആൾ റെഡിയുമാണ്. അപ്പം വിഴിഞ്ഞത്തേക്കും കോട്ടയം പോട്ട് അടുക്കും വെള്ളത്തിൽ കൂടെയുള്ള നീക്കം സാധ്യമാകും തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഒരു കപ്പലിന് തുല്യമായിട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ചരക്ക് നീക്കം ഈ കോട്ടയം പോർട്ടിൽ നിന്നും ഉണ്ടാകുമെന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും 50 കണ്ടെയ്നറുകൾ കയറ്റാവുന്ന ബാർജുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 50 കണ്ടെയ്നർ ബാർജ് എന്ന് പറയുമ്പോൾ 50 ട്രെയിലർ ഈ റോഡിൽ നിന്ന് മാറുമ്പോൾ എത്ര കാർബൺ ക്രെഡിറ്റ് ആണ് കുറയുന്നതെന്നുള്ളത് കൂടെ നമുക്ക് ചിന്തിക്കണം. നമ്മുടെ കേരളത്തിലെ റോഡുകൾ വളരെ നാരോയാണ്. ഈ 50 ട്രെയിലറുകളെല്ലാം നിരന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കുന്നു. ഈ വിഴിഞ്ഞമ്പത്ത് വരുന്ന കണ്ടെയ്നറുകൾ അവിടെ അൺലോഡ് ചെയ്യാതെ ബാർജുകളിലേക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാം. കോട്ടയം പോർട്ടിന് പറ്റും. വെരി ഗുഡ്. അതൊരു വലിയ ഇതാണല്ലോ. തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലോട്ടും അവർക്ക് കൊണ്ടുപോകാം, അതുപോലെ കോട്ടയത്തോട്ടും കൊണ്ടുവരാം. അപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ കോട്ടയം പട്ടണത്തിൽ ഒരു കപ്പൽ വരുന്നതായിട്ട് സ്വപ്നം കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കപ്പൽ വന്നില്ലെങ്കിലും അതിനോളം ഈക്വലായിട്ട് ഒരു കപ്പൽ എന്ന് പറയുന്നത് 1000 പേരോ 10,000 പേരോ കയറുന്ന കപ്പൽ എന്ന് വേണമെന്നില്ലല്ലോ. തീർച്ചയായും ഒരു ബോട്ടിന് അപ്പുറത്തേക്ക് വളരുന്ന ഒരു ചെറിയ മിനിയേച്ചർ, അതായത് ബാർജ് അത് വരാൻ പറ്റുന്ന രീതിയിലുള്ള 100, 100, 200 പേർക്ക് കയറാവുന്ന ഷിപ്പ് പോലും വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അല്ലേ? ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്ന ഡെപ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ക്ലാസ് 4 റിവർ സീ വെസലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ പെർമിഷൻ. അത് ക്ലാസ് 4 എന്ന കാറ്റഗറി നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന നിയമവശം. അത് മുന്നോട്ട് ഞങ്ങൾ ചർച്ച ഇപ്പം ഒരു മാസമായിട്ട് ഞങ്ങളുടെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. എങ്ങനെയൊക്കെ അതിനെ സാധ്യമാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് സാധിച്ചു വരികയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലും നമ്മൾ ഇങ്ങനൊരു ഇത് വെച്ചിരുന്നു. അതായത് വിഴിഞ്ഞത്തോട്ടൊക്കെ വെള്ളത്തിലൂടെയുള്ള ചരക്ക് നീക്കത്തിനുള്ള സാധ്യത തുറന്നു തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഏതെങ്കിലും പുതിയ ഓർഡറുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും വിഴിഞ്ഞം വന്നതോടുകൂടി നമുക്ക് എൻക്വയറി ഭയങ്കര കൂടുതലാണ്. ഇപ്പം തന്നെ നമുക്ക് MSCയുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ കണ്ടെയ്നറുകൾ ഇപ്പം വിഴിഞ്ഞത്തേക്ക് നീക്കാനായിട്ടുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഈ വരും മാസങ്ങളിൽ തന്നെ ഇവിടെ നിന്നുള്ള കണ്ടെയ്നറുകൾ അല്ല, എവിടുന്ന് നമ്മളിപ്പോൾ കോട്ടയത്തുള്ള കസ്റ്റംസ് ഫെസിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. വിഴിഞ്ഞത്തെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരുടെയും ആവശ്യം. ആ തിരക്ക് കുറയ്ക്കാനായിട്ട് കോട്ടയം പോർട്ടിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നതും. തമിഴ്നാട് മുതലുള്ള കണ്ടെയ്നറുകൾ നമുക്ക് ഇപ്പം ഇനി മുതൽ നമ്മൾ നേരത്തെ പത്തനംതിട്ട ഇടുക്കി ആണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റിലെ കണ്ടെയ്നറുകളെ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. വെരി ഗുഡ്. കാടും മേടും കടന്ന് പൊന്നു വിളയിക്കുകയും 7ാം കടലിന് അക്കരെ പോയി പൊന്നു വാരുകയും ചെയ്ത ചരിത്രമാണ് കോട്ടയംകാർക്കുള്ളത്. ആ കോട്ടയംകാർ വേറെ വലിയ സാഹസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ് കോട്ടയത്തൊരു പോർട്ട് കൊണ്ടുവരിക എന്നുള്ളത്. കേട്ടവർക്കും തോന്നി അതിശയകരമായി എങ്ങനെ സംഭവിക്കാനാണെന്ന്. കാലക്രമേണ കോട്ടയം പോർട്ട് യാഥാർത്ഥ്യമായി. ഇന്ന് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇരിക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ്. നാളെ എനിക്കും കോട്ടയത്തിനും അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനമായി കോട്ടയം പോർട്ട് മാറുമെന്നുള്ളത്. ആ വളർച്ചയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ കോട്ടയത്ത് വലിയ മാറ്റങ്ങളുണ്ടാകാൻ കോട്ടയം പോർട്ട് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.